SSLC എക്സാമിൻ്റെ ആൻസർ കീ ആണ് 2025. നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. വിച്ച് ഈസ് ദ മെയിൻ എൻഡോക്രൈൻ ഗ്ലാൻഡ് ദാറ്റ് കൺട്രോൾസ് മെറ്റബോളിക് ആക്ടിവിറ്റീസ്? ആൻസർ ഈസ് ഓപ്ഷൻ ബി, തൈറോയിഡ് ഗ്ലാൻഡ്. സെക്കൻഡ് വൺ, ഓൺലി ഫൗണ്ട് ഇൻ RNA. RNAയിൽ മാത്രം കാണുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ യുറാസിലാണ്, ഓപ്ഷൻ സി. തേർഡ് വൺ, ന്യൂ സ്പീഷീസ് ആർ ഫോംഡ് ഇൻ ദ ഇൻഹെറിറ്റൻസ് ഓഫ് സഡൻ ചേഞ്ചസ് ദാറ്റ് occur in genes. Scientist is Hugo de Vries. Fourth one, which of the following activity is correct? While viewing nearby object, the ciliary muscles contract and the focal length decreases. Option C. Then next question, correct the mistakes. First എക്കും ബിയിലും മിസ്റ്റേക്സ് ഇല്ല. സിയിൽ വന്നിട്ട് സിയിലാണ് മിസ്റ്റേക്സ് ഉള്ളത്. ഫൈബ്രിൻ അല്ല. ത്രോംബോപ്ലാസ്റ്റ് ഈസ് ദ എൻസൈം ദാറ്റ് കൺവേർട്സ് പ്രോത്രോംബിൻ ടു ത്രോംബിൻ. Then sixth question, correct pair, interferons, viral disease. Then seventh one, എയുടെയും ബിയുടെയും ഡിസീസസ് എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. എ ഈസ് സിക്കിൾ സെൽ അനീമിയ ആൻഡ് ബി ഈസ് ഹിമോഫീലിയ. Then B question, how is the temporary relief brought about for the disease indicated by A? Identify and injecting the deficient protein. Answer. Then eighth one, what is the similarity do these organs having their internal structure? The forelimbs are made up of blood vessels, nerves, muscles and bones. How does the comparative study of these organs provide evidences for evolution? Anatomical resemblance justify the inference that all organisms evolved from a common ancestor. Then next question, X എന്താണ്? X is the Schwann cell. What is the X പറഞ്ഞു? അതിൻ്റെ ഫങ്ഷൻ ചോദിച്ചിട്ടുണ്ട്. ടു പ്രൊവൈഡ് ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻ ടു ദ ആക്സോൺ. പിന്നെ നെക്സ്റ്റ്, ഹൗ ഡു സെൻസറി നെർവ്സ് ആൻഡ് മോട്ടോർ നെർവ്സ് ഡിഫർ ഇൻ ഫങ്ഷൻ? സെൻസറി നെർവ് carries impulses from various parts of the body to the brain. Then motor nerves carries impulses from brain and spinal cord to the various part of the body. Okay, next one, 10th one, spread of HIV. ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ തന്നിരിക്കുകയാണ്. ഹൗ ഡസ് ഡ്രഗ് ഇഞ്ചെക്ഷൻ, അത് HIV ഇൻക്രീസസ് ത്രൂ ഡ്രഗ് ഇഞ്ചെക്ഷൻ. HIV ഡ്രഗ് ഇഞ്ചെക്ട് ചെയ്ത് വരുന്നവർക്ക് കൂടുതൽ HIV വരാനുള്ള സാധ്യത കൂടുതലാണ്. അതിൻ്റെ കാരണം, ഹൗ ഡസ് ഡ്രഗ് ഇഞ്ചെക്ഷൻ ലീഡ് ടു ദ സ്പ്രെഡ് ഓഫ് ദ HIV? ബൈ ഷെയറിംഗ് നീഡിൽ ആൻഡ് സിറിഞ്ച് contaminated with HIV components. And B question, how does the condition of AIDS become fatal? AIDS എങ്ങനെയാണ് ഒരു മാരക രോഗമാവുന്നത്? നമ്മുടെ ലിംഫോസൈറ്റിനെയാണ് എയ്ഡ്സ് അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ ലിംഫോസൈറ്റിൻ്റെ കൗണ്ട് കുറയുമ്പോൾ നമുക്ക് പിന്നീടുള്ളൊരു ഇമ്മ്യൂണിറ്റി കുറയാണ്. HIV affected persons number of lymphocyte decreases and reduce the immunity. Okay, then next question, 11th question, explain the role of each of the following activities in defense mechanism. Lysosome combines with membranes. ടെക്സ്റ്റിൽ പേജ് നമ്പർ 84 ഒരു ഫ്ലോ ചാർട്ട് ഉണ്ട്, അത് കറക്റ്റായിട്ട് എഴുതിയാൽ മതി. അതേപോലെ കെമിക്കൽസ് പ്രൊഡ്യൂസ്ഡ് ബൈ വൈറ്റ് ബ്ലഡ് സെൽസ് ഇൻക്രീസ് ദ ബോഡി ടെമ്പറേച്ചർ, അതും ടെക്സ്റ്റിൽ 85 പേജ് നമ്പർ 85 ഒരു ഫ്ലോ ചാർട്ടാണ്, അത് കറക്റ്റായിട്ട് അങ്ങോട്ട് എഴുതിയാൽ മതി. Then next question, analyze each of the given situations and explain how variations are formed in the offspring. During the initial phase of meiosis, chromosome pair and exchange their parts. അതിനെ പറയുന്നത് ക്രോസിംഗ് ഓവർ എന്നാണ്. Then B question, parents chromosomes reach their offspring through gametes. അത് പേജ് നമ്പർ 109 കറക്റ്റായിട്ട് എഴുതണ എക്സ്പ്ലനേഷൻ ചെയ്യാനുണ്ട്, അതുകൊണ്ട് അത് എഴുതിയിട്ടില്ല. ദെൻ നെക്സ്റ്റ് ഇവിടെ ഒരു കോളം തിരിച്ചെഴുതലാണ്. തലാമസ് ആക്ട് ആസ് എ റിലേ സ്റ്റേഷൻ. സെറിബ്രം കൺട്രോൾസ് വോളണ്ടറി മൂവ്മെൻറ്റ്സ്. സെറിബെല്ലം മെയിൻറ്റെയിൻസ് ഇക്വിലിബ്രിയം ഓഫ് ദ ബോഡി. ഹൈപ്പോതലാമസ് മെയിൻറ്റെയിൻസ് ഹോമിയോസ്റ്റാസിസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 14th question. 14th question ഒരു ഫ്ലോ ചാർട്ടാണ്, അത് ടെക്സ്റ്റുകളുണ്ട്. പേജ് നമ്പർ 114 ആ ടെക്സ്റ്റ് നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. ഓക്കെ, നെയിം ദ എൻസൈം യൂസ്ഡ് ഇൻ ദിസ് പ്രോസസ്സ്. അപ്പോൾ ഇവിടെ ഇതിവിടെ ഇൻസുലിൻ പ്രൊഡക്ഷനാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അവിടെ ഉപയോഗിക്കുന്ന കട്ട് ചെയ്യാനും ഒട്ടിക്കാനും ഒക്കെ എന്ന് പറഞ്ഞിട്ടൊരു എൻസൈംസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഉപയോഗിക്കുന്ന എൻസൈം റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയം ലിഗേസുമാണ്. ഒന്ന് സിസേഴ്സും ഒന്ന് ജെനറ്റിക് ഗ്ലൂ എന്ന് തോന്നുന്നുണ്ട്, എനിക്ക് ഓർമ്മയില്ല.
Then what is the importance of plasmid in this process? DNA of bacteria produce insulin that can be used by humans. അതാണ് ഇവിടെ പ്ലാസ്മിഡിൻ്റെ പണി. കംപ്ലീറ്റ് ദ സ്റ്റേജസ് ഇൻഡിക്കേറ്റഡ് ബൈ 4 and 5. അത് ടെക്സ്റ്റിൽ ഫ്ലോ ചാർട്ട് ക്ലിയർ ആക്കി എഴുതിയാൽ മതി. ഓക്കെ. 15th question. The normal level of blood glucose is 70 to 110 mg per 100 ml. What are the two reasons that cause glucose to rise above the level and be excreted in urine? അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ഡയബറ്റിക്സ് ഉണ്ടാവുന്നതാണ്? ഡിസ്ട്രക്ഷൻ ഓഫ് ബീറ്റാ സെൽ അല്ലെങ്കിൽ ഓർ ദ ഇൻഎബിലിറ്റി ഓഫ് ദ സെൽസ് ടു പ്രൊഡ്യൂസ് ദ ഗ്ലൂക്കോസ്. Then mention one function of insulin and one function of glucagon in regulating blood glucose level. അപ്പോൾ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കറക്റ്റ് ആക്കാൻ എങ്ങനെയൊക്കെയാണെന്ന്. അപ്പോൾ ഇൻസുലിൻ ചെയ്യുന്നത് കൺവേർട്ട് ഗ്ലൂക്കോസ് ഇൻ ടു ഗ്ലൈക്കോജൻ, ഗ്ലൂക്കാഗോൺ ചെയ്യുന്നത് കൺവേർട്ട് ഗ്ലൈക്കോജൻ ഇൻ ടു ഗ്ലൂക്കോസ്. ഓക്കെ. 16th question. Answer the following question is related to the experiment in which of the tall pea plant capital T is crossed over the dwarf small t. Write the genetic structure of the character of first generation. അപ്പോൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ് ഫസ്റ്റ് ജനറേഷനിൽ വരുന്നത്, ടോള്. അതിൻ്റെ പിന്നെ ജനറ്റിക് സ്ട്രക്ചറും അതിൻ്റെ ക്യാരക്ടറും ക്യാപിറ്റൽ ടി സ്മോൾ ടി ആൻഡ് ടോള്. ഇല്ലസ്ട്രേറ്റ് ദ എക്സ്പെരിമെൻറ്റ് യൂസിങ് ദ സിമ്പിൾസ് ഓഫ് വിച്ച് ദ സെക്കൻഡ് ജനറേഷൻ. അപ്പോൾ ക്യാപിറ്റൽ ടി സ്മോൾ ടീൻ്റെ ക്യാപിറ്റൽ ടി സ്മോൾ ടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ജനറേഷൻ്റെ ഇല്ലസ്ട്രേഷൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ടെക്സ്റ്റിൽ കറക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. അനലൈസ് ദ ടേബിൾ ആൻഡ് ഷോയിങ് ദ ഡിഫക്ട്സ് ഓഫ് ഡിസീസസ് ദാറ്റ് ആർ ദെയർ കോസസ്. ദെൻ ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഡിഫക്റ്റ്. സിറോഫ്താൽമിയ എൻ്റെ കോസ് കാരണം ദ കൺജങ്ക്റ്റീവ ആൻഡ് കോർണിയ ബിക്കെയിം ഒപ്പേക്ക്. പ്രൊലോങ്ഡ് ഡെഫിഷ്യൻസി ഓഫ് വിറ്റാമിൻ എ ആണത്. പിന്നെ നെക്സ്റ്റ് ഡിഫക്ട്സ് ഓഫ് കോൺസെൽസ് റീഅബ്സോർപ്ഷൻ. ഡിഫക്ട്സ് ഓഫ് രണ്ടാമത്തെ ഡിഫക്റ്റ് ഓഫ് കോൺസെല്ലിൻ്റെ ഡിഫക്റ്റ് കൊണ്ട് വരുന്നത് നമുക്ക് കളർ ബ്ലൈൻഡ്നെസ് ആണ്. അടുത്തത് റീഅബ്സോർപ്ഷൻ ഓഫ് എക്കസ് ഹ്യൂമർ ഡസ് നോട്ട് ഒക്കർ. അപ്പം നമുക്കുണ്ടാകുന്ന ഒരു രോഗം ഗ്ലൂക്കോമയാണ്. ദെൻ നൈറ്റ് ബ്ലൈൻഡ്നെസ് വരാൻ കാരണം ലോ പ്രൊഡക്ഷൻ ഓഫ് റെറ്റിനോൾ. ദിസ് പ്രിവെൻറ്റ്സ് ദ റീഅബ്സോർപ്ഷൻ ഓഫ് റീസിന്തസിസ് ഓഫ് റോഡോപ്സിൻ. ഇതും വിറ്റാമിൻ എൻ്റെ അഭാവം കൊണ്ട് ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് 18 ഇപ്പോൾ കഴിഞ്ഞത്, 17 കഴിഞ്ഞു. 18th വൺ ഇവിടെ ന്യൂറോൺ അതായത് ന്യൂറോണിൻ്റെ എങ്ങനെയൊക്കെ ന്യൂറോൺ ഏതൊക്കെയായിട്ട് ജോഡിയുള്ളത്. ന്യൂറോണും മസിൽ സെല്ലും, ന്യൂറോണും ഗ്ലാൻഡുലാർ സെല്ലും. അപ്പോൾ ഐഡൻറ്റിഫൈ ആൻഡ് റൈറ്റ് ദ പേഴ്സ് ഇൻഡിക്കേറ്റഡ് ബൈ 1 and 2. ഓക്കെ. ബി ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ റോൾ ഓഫ് neurotransmitters in the transmission of impulses across the synapse? Stimulates the adjacent dendrite. அடுத்து, what are the two main functions of synapse? Synapse helps and regulate their speed and direction of impulses. Next question. The question is raised in an open discussion organized by the science club regarding നമുക്ക് write the explanation of the question. What is meant by lifestyle diseases? Diseases caused by unhealthy food habits. What are the healthy habits that can be adopted to avoid such diseases? Use healthy food, avoid smoking, avoid drugs, etc. Next, observe the experimental setup given below and answer the questions. What are the chemicals used in the part labeled A? Methane, ammonia, water vapor. What substances was obtained by examining the precipitates in the part labeled by Y, amino acid? What is the evolutionary significance of the synthesis of more such compounds in the similar experiments? Later, many scientists designed similar experiments and more organic compounds were synthesized. അത് കുറച്ചും കൂടെ വിസ്തരിച്ച് വേണമെങ്കിൽ എഴുതാം. ഓക്കെ. നെക്സ്റ്റ് 20 ഇപ്പോൾ കഴിഞ്ഞത് നമ്മൾ 20, ഇനി 21. ഓക്കെ. 21 ഇവിടെ മാച്ച് ദ ഫോളോയിങ് ആണ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് വന്നിട്ട് പ്രോലാക്റ്റിൻ, അതിൻ്റെ പ്രൊഡക്ഷൻ ഓഫ് മിൽക്ക്. ഓക്കെ. അഡ്രീനൽ ഗ്ലാൻഡ് കോർട്ടിസോൾ, സ്ലോ ഡൗൺ ആസ് ദ ആക്ഷൻ ഓഫ് ഡിഫൻസ് സെൽസ്. ഓവറി
ovary progesterone. Implementation of embryo, implantation of embryo in the uterus. Fourth one, hypothalamus, releasing hormones, controls the production of tropic hormone. Redraw the diagram and label the parts, their names. First വന്നിട്ട് A, the part that allows light rays to enter the eye, cornea. B, muscles that adjust the curvature of lens, ciliary muscles. B, C, the part that adjusts the size according to the intensity of light, pupil. Then answer the questions given below regarding diagnosis and treatment in modern medicine. What are the uses of EEG and ECG? EEG, ഇവിടെ എഴുതിയിട്ടുണ്ട്. EEG is to record electric waves in the brain. ECG to record electric waves in the heart muscles. What are the uses of antibiotics? And immunity in pathogens against antibiotics destroy the useful bacteria. What are the effects? Side effect ആണ്. Okay. What are antibiotics? Medicines that are extracted from microorganisms are called antibiotics. ഇവിടെ എന്തോ എഴുതിയിട്ടുണ്ടല്ലോ. Medicines that are extracted from microorganisms. Okay. What are the defects? What are the side effects of their regular use? Immunity in pathogens against the antibiotics increase immunity കൂടുതലാവും. Destroy useful bacteria destroy immunity in pathogens against antibiotics. Okay, ഒരു ഡിഫക്റ്റ് അത്. രണ്ടാമത്തെ ഡിഫക്റ്റ് destroy useful bacteria. ഓക്കെ, ഇവിടെ എഴുതിച്ച് കാണാമല്ലോ. ശരി. ഓക്കെ, if you like this video, please like, share and subscribe. Thank you.